ദുബായിലെത്തിയിട്ടിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. സ്വന്തം അളിയനെന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എൻ്റെ HSBC ക്രെഡിറ്റ് കാർഡിൽ നിന്നും 28,000 ദിർഹംസ് അടക്കം ലക്ഷങ്ങളുമായി നാട്ടിലേക്ക് മുങ്ങിയതാണ് അവൻ. എന്നിട്ട് നാട്ടിൽ വെച്ച് അവനെ പിടികൂടാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു, പക്ഷെ എന്ത് കാര്യം? കുളത്തിൽ മുങ്ങിയ തോട്ടിൽ പൊങ്ങുന്നവനാണവൻ. അവനവിടെ നിന്നും ഖത്തറിലേക്ക് കടന്നു കളഞ്ഞു. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ എൻ്റെ വയസ്സായ ഉപ്പാനും ഉമ്മാനും ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഏത് ഖത്തറിൽ പോയി വിളിച്ചാലും സർവശക്തനായ തമ്പുരാൻ അവനെ വെറുതെ വിടില്ല. മാനു, ഞാൻ മറ്റൊരു വലിയ പ്രശ്നത്തിലാണ്. ഇതൊക്കെ നീയെങ്കിലൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് കരുതി പറഞ്ഞതാണ്. പ്രായത്തിനേക്കാൾ പക്വതയുള്ള ആളാണല്ലോ നീ എൻ്റെ സുഹൃത്ത് മാത്രമല്ലല്ലോ. അള്ളാഹുവിനോട് അടുക്കും തോറും പരീക്ഷണങ്ങൾ കൂടും. ഇതിനുള്ള പ്രതിവിധി നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾക്കതിന് കഴിയും. അസ്സലാമു അലൈക്കും. وعليكم السلام. أنت يمشي كيرلا؟ بنت مدرسة شهرين إجازة إن شاء الله. طيب؟ شكرا. عفوا. إن شاء الله. ഇവിടെ വല്ല പണി ഉണ്ടാവോ? കയറി നോക്കാം. അസ്സലാമലൈക്കും. അല്ല, മുതലാളുണ്ടാകത്ത്? അല്ല, വിളിക്കുന്നുണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കാനാ. ഇവിടെ പണിക്ക് വല്ല വേക്കൻസി ഉണ്ടോ? വേക്കൻസി ഒന്നുമില്ല, ഞങ്ങൾ തന്നെ ഇവിടെ താൽക്കാലിക. ഇല്ലല്ലേ? എന്നാ ശരി, ഒന്നുമില്ല, ഞാൻ വെറുതെ. കുട്ടാ, എന്തേ കുട്ടാ നോക്കാം, നമുക്ക് പഞ്ചായത്ത് ഓഫീസിലൊന്ന് പോകണം. നോക്കട്ടെ. ഇതിനെ പഞ്ചായത്ത് പോയിട്ട് കാര്യമില്ല. ആദ്യം വില്ലേജ് ഓഫീസറെ കാണണം, ശേഷം തഹസിൽദാറെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അർജന്റ് ഇല്ലെങ്കിൽ നാളെ നമുക്ക് പോവാം. നാളെ പോയപ്പോഴേ. ആയിക്കോട്ടെ, നാളെ പോവാം. ചേട്ടാ, ഇതല്ല ഡോറ്. അതുമല്ല, ഇതിനകത്തിട്ട് എന്നെ പൂട്ടിട്ട് ഇതല്ല ഡോറെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വിശ്വസിക്കുമത്. എന്റെ കാശെടുക്ക്. കാശെടുക്കടോ. എന്റെ കാശില്ല. മര്യാദക്ക് കാശെടുക്ക്. വെള്ളമെങ്കിൽ എന്റെ ഏക സമ്പാദ്യമായ ഈ അച്ചാറ് വെള്ളക്ക് നിനക്ക് ഞാൻ തരാം. ഇയാളെന്നെ ചൂടാക്കാതെ കാശെടുക്ക്. ഓ, അച്ചാറിൽ നിന്ന് ചൂടാവുന്നത് ഏത് ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? എന്താ പ്രശ്നം? കൂട്ടിട്ട് അയാൾ വണ്ടി പിടിച്ചിട്ട് കാശ് തരുന്നില്ല. നിന്റെ കാശ് എത്ര? 20 രൂപ.
പവിത്ര കാശ് കൊടുക്കും. എന്റെ കയ്യിൽ കാശില്ല മോനെ, സത്യം. എന്റെ പുണ്ണാര കുട്ട, എത്ര നാളായില്ല മുട്ട കൂട്ടം നടിച്ചിട്ട്. ഈ അച്ഛൻ്റെ കുട്ടി എത്ര നാളാണില്ല ഞാൻ കഴിക്കുക. കുട്ട, ഇത്തരക്കാരൊക്കെ വണ്ടി വിളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ട. എന്റെ കുട്ട, ഞാനിത് തുമ്മി എന്റെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്നതേ ഒരു ഓട്ടോ. എവിടേക്കാണെന്ന് ചോദിച്ചപ്പോ മാടമ്പിയിലേക്കാണ്. ഇവരോടൊന്ന് സംസാരിക്കാൻ എനിക്ക് നേരല്ല. എന്റെ പൈസ കിട്ടൂ. എന്റെ ഓർമ്മ പവിത്ര ഇന്നെന്തെങ്കിലും തുടങ്ങിയല്ലേ, കുറച്ച് ഓവറാട്ടോ. ഞാനൊന്ന് പറയട്ടെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇവിടെ അല്ലേ, സത്യത്തിൽ ഞാൻ ഇവിടെ അല്ലേ. എന്ത് പോക്കാണോ നീ പോകുന്നത്? ആകാശത്തോടാണോ നീ പോകുന്നത്? ശരി, മതി മതി, പ്രസംഗം നിർത്തും. കുട്ടാ, നീ നമ്മുടെ നാടിന്റെ മാനം കാത്തു. അതല്ല കുട്ട, നീ പോവല്ലേ, കാര്യം പറയട്ടെ. നിനക്ക് വേണ്ടിയുടെ ചോരുന്നൊരു പുര, 4-5 കുട്ടികളും പഠിക്ക് പോകുന്ന ഭാര്യ. വീട്ടിൽ പോ. എന്തോ തന്നെ ഇത്, നമ്മൾ മനസ്സിലാകുന്നില്ല ഇവന്റെ കാര്യങ്ങൾ. ഇവനെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നവാസെ, ഞാൻ എന്നെ കാണാൻ നിൽക്കേന്. എന്താ ഈ ക്ലാസ് പോയി നിൽക്ക് നവാസെ, നിക്ക് ഒരു കാര്യം പറയട്ടെ നവാസെ, നിക്ക്. എന്താ പോ നിർത്താതെ പോയത് പഠിച്ചോനെ. ഓ മാത്രം എന്നെ സഹായിക്കണില്ല. അല്ല, അതുകൊണ്ട് ഓൻ്റെ അടുത്ത് മുതലുണ്ട്. ബാപ്പു, അവന്റെ പുറകെ ഓടിയിട്ട് ഒരു കാര്യം. നയിച്ചു നിന്നതൊന്നൊരു ബുദ്ധിയല്ല. ഓനെ കണ്ടങ്ങള് കോപ്പി വാച്ചിന്റെ പണിയാ ഓന്. നാട്ടിലോന്റെ പോരണ്ടെന്നങ്ങള്. ദുനിയാവിലെ ഹലാലും ഹറാമും കുറച്ചൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആറാമാന്ന് ഞങ്ങൾ പറയണത്. ജീവിത വിജയത്തിന് ആഗ്രഹം നല്ലതാ എന്ന് കരുതി ഏത് വഴിയും സ്വീകരിക്കരുത്. അത്യാഗ്രഹി വിശന്ന ഭ്രാന്തനെ പോലെയാണെന്ന ചൊല്ല്. अरे चल चल, पैसा निकल, मुझे तो देर हो रहे. निकल जाते हैं बुद्धू लोग. अरे तुम देखते क्या, तुम्हें दिमाग नहीं है? पैसे लेके आता था होटल में. ए साले मद्रासी, ए ओके फायदा नहीं है, पैसा दे दो. अस्सलाम वालेकुम भाई, क्या हो गया? भाई ये खाना खा के पैसे नहीं दे रहे. बोलते खाते में लिखे रखो, कैसे लिखेगा? खाना खा के बोलते पैसा नहीं है. ये मेरा आदमी है. हाँ, तुम्हारा आदमी तो तुम पैसा दे दो. ओके, उसका पैसा कितना है? 45 रुपये. हाँ 45. ओके, ये ले लो. चलो दे दो. बाकी दे दो. സാരില്ലടാ, വാ പോകാം. ഓക്കെ ബൈ. ठीक है. എവിടെയായിരുന്നു ബാപ്പു 2 ദിവസം? നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ പോരായിരുന്നു. എല്ലാവരെയും വെറുപ്പിച്ചു മടുത്തു. വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. നീയാകെ ക്ഷീണിച്ചു പോയല്ലോ. ഇന്നലെ ആഹാരമൊന്നും കഴിച്ചില്ല. പിന്നെ ഉറക്കം വരാത്തോണ്ട് ബസ് സ്റ്റാൻഡിലിരുന്ന് നേരം വിളിപ്പിച്ചു. ആകെ ഉണ്ടായിരുന്ന ഭാര്യയും മക്കളും ഇന്നലെ എന്നെ ഒഴിവാക്കി പോയി. പിന്നെ എൻ്റെ ഉമ്മാക്ക് വേറെ ഉണ്ടാ മക്കളും, നല്ല പൈസ ഉള്ളവര്. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്കൊന്നും വേണ്ട. എനിക്കിപ്പോൾ ആരുമില്ല. 4 കൊല്ലമായി ഞാനിവിടെ. 3 കൊല്ലം നല്ല ജോലി, അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു. പിന്നീട് പൈസ കുറച്ച് അത്യാവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ പത്താക്ക പണയം വെച്ച് കുറച്ച് പൈസ ഒരുത്തൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. അവനിപ്പോൾ ജയിലിലാണ്. ഇപ്പം എൻ്റെ അടുത്ത് പത്താക്കില്ല, പാസ്പോർട്ടും ഇല്ല, ഒരു കടലാസും ഇല്ല. ഒരു കടലാസും ഇല്ലാത്തവനെ ആരും മുറി കയറ്റൂല. അതുകൊണ്ട് വീസ ഉണ്ടെന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയും. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായ ഞാൻ ഇന്നാർക്കും വേണ്ടാത്തവനായി. ഞാനിനി എന്താ ചെയ്യാ? ബാപ്പു വിഷമിക്കണ്ട, നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പണി നോക്കാം. അല്ല, അള്ളാഹുവിനെ വെറുതെ രക്ഷപ്പെടുത്തുന്ന എനിക്ക് ഉറപ്പാണ്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാലും വേണ്ടില്ല, എന്ത് പണിയാണെങ്കിലും ഞാൻ എടുക്കാം. എന്തെങ്കിലും ഒരു പണി, വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. ശരി, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. പക്ഷേ പണിയെടുക്കുമ്പോൾ നീ എന്നെ ശപിക്കരുത്.
അമ്പരച്ചുംബികളും മെക്കുറിലാമ്പുകളും അമ്പരച്ചുംബികളും ഈ മെക്കുറിലാമ്പുകളും ഈ നാടിൻ അലങ്കാരം ഏറി ഏറി എന്തൊക്കെ മാജിക്കളി കാലത്ത് കോലം മാറ്റി വളർന്നു ലോകം സ്റ്റൈലി സ്റ്റൈലി ഉയർന്നു പോകും ഫാഷൻ ശൈലി ലാവിഷ് ലോകം മാറിയേ ലാവിഷ് ലോകം മാറിയേ അമ്പരച്ചുംബികളും മെക്കുറിലാമ്പുകളും പറന്നു കറങ്ങിന വിലസിലും വേഗത്തിലോടുമീ ഉലകത്തിൻ മടിയിൽ പറന്നു കറങ്ങിന വിലസിലും വേഗത്തിലോടുമീ ഉലകത്തിൻ മടിയിൽ കൗതുകമേകം മാന്ത്രിക ലോകം ലോകത്ത് കയ്യിൽ അമ്പരമാടും കച്ചിങ്ങി തുറക്കും നിമിഷത്തിനുള്ളിൽ കത്തുമ്പിലെടുക്കും ഹൈടെക് ലോകം നാടോടും നടുവേ ഓടുന്നേ നാടോടും നടുവേ ഓടുന്നേ അമ്പരച്ചുംബികളും ഈ മെക്കുറിലാമ്പുകളും നിങ്ങൾ ബാപ്പുവിന്റെ സുഹൃത്തുക്കളല്ലേ? അതെ. ബാപ്പു എന്താ പാപ്പൂലം തരാണ്ടോ? ബാപ്പു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. നിനക്കിനി എൻ്റെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം തരില്ല, ഒരു തുള്ളി വെള്ളം തരില്ല, ഒരു തുള്ളി വെള്ളം തരില്ല, ഒരു തുള്ളി വെള്ളം. നമ്മുടെ ബാപ്പു ഉപ്പാ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. റംല, കുട്ടികളെപ്പോഴാ സ്കൂളിൽ നിന്ന് വരാ? ഒരു 4-4:30 ആവും. ഞാൻ പെട്ടി ഒന്ന് എടുക്കട്ടെ. പതുക്കെ പതുക്കെ. ആ അവിടെ അവിടെ ഉണ്ട് വെച്ചോളി. ഓക്കെ, എന്നാ ശരി. എയർപോർട്ട് കയറാൻ വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്താ. റാമില വേണ്ടാന്ന് പറഞ്ഞ. അടുത്ത ആഴ്ച പരീക്ഷ, പിന്നെ 1-2 പ്രാവശ്യം പോയതുമല്ലേ. ആ അതും ശരിയാ. ഇതാ നിങ്ങൾ ബാഗ് മറന്നില്ലേ? ഓ, ഞാൻ മറന്നുപോയതാ. ശരി ശരി. എന്നാ ഞാനായിട്ട് ഇറങ്ങാ. ഇല്ലപ്പ ചോറായിട്ടുണ്ട്, ചോറുണ്ടിട്ട് പോവാം. എനിക്ക് ആ കോയാമൂനൊന്ന് കാണാണ്ടേ. ഉപ്പ, എന്നാ വൈകിട്ട് ഞാൻ അങ്ങോട്ട്. ഈ തിരക്കൂട്ടണ്ട, സാവധാനമായിട്ട് വന്നാ മതി. ആ. ഇപ്പൊ ഞാനായിട്ട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഈ ഒരു ചെറിയ പെട്ടി കൊണ്ടാണ് അപ്പൊ ഞാൻ വണ്ടിയും വിളിച്ച് കായ് മുടക്കി പോകുന്നത്. അനക്ക് വല്ല ബസ്സിനും പോന്നാ പോരേനോ?
മാനസന്റെ പൈസ നിനക്കെടുത്താൻ. ഞങ്ങളോട് അപ്പളേ പറഞ്ഞത് അവളിങ്ങോട്ട് വന്നോളൂന്ന്. നബീസ, മകള് വലിയ പെട്ടുണ്ടോരാത്ത നിന്നോടാ പറയല്. ഇനി 3 മാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് തീരും. ഞാനൊരു ഹൗസ് ഡ്രൈവർ അല്ലേടി. അല്ല, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നമ്മളെ ബാപ്പു മരിച്ചിട്ട് ഇവള് കാണാൻ പോയിരുന്നോ? അതൊക്കെ ഒരു കഥയാണ്. ഞാൻ ആശുപത്രി പോയിരുന്നു, അല്ലാതെ ഇവിടുത്തെ പോലെ. അസ്സലാമലൈക്കും നാസറേ. വാലേക്കും ഇജ്ജ് വന്നു അസ്സലാം. അറിഞ്ഞു. ഇതുമായി പോയപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ. അനക്ക് സ്വന്തമായോ? ഇങ്ങോട്ട് കേറിയിരിക്കി. എന്തൊക്കെ ഉണ്ടോ വർത്താനം? തീരെ തടി കൂടിക്കണോ? സൂക്ഷിച്ചോളൂ, വല്ല രോഗവും വരും. ഞാൻ നിങ്ങൾക്ക് ഒരു ടോർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ വൈകുന്നേരം പള്ളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അൽഹംദുലില്ലാ, ഇച്ച് സന്തോഷായി. ആ പിന്നെ എന്നാ പിന്നെ നമുക്ക് വൈകുന്നേരത്ത് പള്ളിക്കൊന്ന് കാണാം. എന്നാ വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാം. വേണ്ട, ഇവിടെ വരുന്നൊക്കെ കുടിച്ചാലുണ്ട്. എന്നാ നമ്മളങ്ങിട്ട്. ആയിക്കോട്ടെ എന്നാ. അല്ല, മയ്യത്ത് അവിടെ തന്നെ മറവ് ചെയ്തോ? പാവം, എന്തു പറ്റിയെന്ന് അറിയില്ല. ഓന്റെ അവസാന കാലം ഓൻ വളരെ കോമാളിയായിരുന്നു. എല്ലാവർക്കും അവനൊരു പരിഹാസപാത്രമായിരുന്നു. അവൻ അങ്ങനൊന്നും ആയിരുന്നില്ല. ആ, അതുപോട്ടെ. ഹലോ 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 ഹലോ. ആരാണാവോ? ഇവിടെ കിടക്കൊന്നും വേണ്ട, എളുപ്പണ്ട് പോണ്ട. നേരാ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആരാ പറയണ്ടേ? വന്ന് കേറിയപ്പോ തുടങ്ങിയതാ. ഞാൻ അയച്ച പൈസക്ക് നിങ്ങൾ എന്താ ചെയ്തേ? ചെലക്കണ്ട ജി, മാസത്തിൽ 8-9 അയക്കും. അതിനുള്ള ചെലവുണ്ട് ഇവിടെ. എന്ത് ചെലവ്? അധികം പറ്റാന്നും പറഞ്ഞ് എന്റെ കുഞ്ഞോളെ കൂടി എത്തിങ്ങനെ കൊണ്ടാക്കിയില്ലേ നിങ്ങള്? നിങ്ങൾ ചൂടാവണ്ട. നിങ്ങളുടെ ആ പഴയ ചീട്ടുകളൊക്കെ എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. കണ്ടില്ലേ വാപ്പാനോട് തർക്കുത്തരം പറയണേ? വാപ്പ, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിന്റെ പവിത്രത എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിർത്തണ്ട ജി. അതിനെ കൽബിലൊരിത്തിരി സ്നേഹം വേണം. സ്നേഹമില്ലാത്ത മനസ്സിൽ ഒരൊറ്റ നന്മയും ഉണ്ടാവില്ല. എന്റെ പാക്ക് സ്നേഹമില്ലാന്ന് ഈ പറയണ്ട. ആരോട്? നിങ്ങളോടുണ്ടാവും. അസുഖം വരുന്നവരെ എന്റെ ഉമ്മയോടും ഉണ്ടായിരുന്നു. ഗൾഫ് പോയി വന്നപ്പോഴേക്കും ഞാൻ ബാപ്പ എന്ന് മറന്നില്ലേടി. എന്താ ഉള്ള പവറ്? 2 വലിയ പെൺകുട്ടികളുള്ള കാര്യം ബാപ്പ മറന്നതുകൊണ്ടായിരിക്കും. ഞാൻ എന്ത് മറന്നു പറഞ്ഞേ? ജീവിതത്തിൽ ഇനി എനിക്കൊന്നു മാത്രമേ നടക്കുള്ളൂ, അത് ഉറപ്പിക്കാം. മരണം. ഈ ആരെയാടി പേടിപ്പിക്കണേ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടകള്. ഇതൊന്നും വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. എവിടുക്കാങ്ങളീ പോണ്? നിങ്ങൾ എന്തേലും ഒന്ന് പറയ്. ഓളിപ്പോ തന്നെ സമ്മതിക്കുന്നപ്പ എന്റെ പ്രശ്നം. ഓളുങ്ങളെ മകളെ തന്നെയല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂലേ? മൂപ്പരേ കാസർഗോഡിലെ വലിയ പൈസക്കാരനാ. ഈ കല്യാണം അങ്ങനെ നടന്നാണല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെയെന്നോ, ഭാഗ്യമുണ്ടെങ്കിലേ കല്യാണം കഴിഞ്ഞ് ഓളെ ഇവിടെ തന്നെയും പാർപ്പിക്കുക. അതുകൊണ്ട് ആഴ്ചക്ക് മൂപ്പരോടെ വന്നു പോകും. മൂപ്പരേ വരുമ്പോ വെറും കൈയോടല്ലേ വരിക. കയ്യിൽ കുറെ കാശും പെരിക്ക് കുറെ സാധനങ്ങളും ഉണ്ടാവും. ഗൾഫിക്ക് പോയാലേ മാസത്തിലൊരിക്കലല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോ ആഴ്ചക്ക് വരുമാനം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാമർത്ഥ്യം നോക്കില്ല. എന്താ ഓളുങ്ങളെ മോളന്നല്ലേ? ആ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഗൾഫ് പോയി എന്നപ്പോൾ ചൊറുക്കൊക്കെ ഒന്ന് കൂടിയിരിക്കണേ. അത് പോണീന് മുമ്പേ നമുക്ക് നടത്തണം. നോക്കട്ടെ. നോക്കിയാ പോരാ, നടക്കൂലേ? അത് നടക്കൂല. അതിനകത്ത് ബാറ്റ് എടുത്തിടടാ മോനെ. നിന്റെ ഉപ്പാക്കാരെ സെലക്ഷൻ അറിയില്ല എന്ന് പറഞ്ഞത്? ഈ നാസർക്കാർക്ക് ഒന്നും അറിയില്ല. റംലാത്തക്കും കുട്ടിയേക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്യാം. ആർക്കപ്പ ഈ ടോർച്ച്? ആ, അത് നമ്മളെ മുക്രിക്കുള്ളതാ. അതേതായാലും നന്നായി. അല്ല, അവള് കുട്ടേട്ടൻ എന്തേലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവനത് വാങ്ങുമെന്നറിയില്ല. അതെന്താ? ഒരു ഗൾഫുകാരന്റെ സുഖവും ദുഃഖവും നന്നായിട്ട് അറിയുന്നവനാ കുട്ടൻ. അവന്റെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? അസുഖമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ആ ഷെമി, ഇതൊക്കെ എടുത്തു വെച്ചേ, നേരെ ഒരുപാടായി. സമയം 8:30 ആയിട്ടുള്ളൂ.
കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ. ബുക്കോണ്ടേ ആഹാരൊക്കെ കായ്ക്കുന്ന നാട്ടിൻ്റെ മധുപൂറും കിസ്സ പറഞ്ഞാട്ടെ. കാപ്പുമല കണ്ട കുട്ടിയെ കുറച്ച് വെള്ളം കാട്ടിക്ക. അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ ഇപ്പൊ കണക്കന്നെ. കച്ചവടത്തിന്റെ കാര്യമൊന്നും പറയാക്കല്ലേ. ഇതൊക്കെ ഇപ്പൊ തന്നെ എങ്ങനെ? നിങ്ങക്ക് ഇതിന്റെ കൂടെ വേറെ വല്ല ഏർപ്പാടും കൂടി നോക്കിക്കൂടെ? ഇത് തന്നെ കുട്ടികൾക്ക് വലിയ മാനക്കാടാ. ഇങ്ങനെ നടന്നിട്ടാ നമ്മളോലെ പോറ്റിരിക്കണേ. അതൊക്കെ മക്കൾക്ക് വലിയ ഓർമ്മയുണ്ടോ? അല്ല ഇതാരാ? മമ്മൂക്കേ? നല്ല പാട്ട് കേൾക്കണേ മമ്മൂക്ക തന്നെ വരണം. ഇതുവരെ പാട്ട് കേൾക്കാന്നല്ലാതെ മൂപ്പരത്തൊരു ബുക്ക് വാങ്ങിക്കണേ. കുത്തിയിരുന്ന് വായിക്കുക അതൊക്കെ ഒരു ബോറ. അതന്നെ വായിച്ചരുത്. അനക്കൊക്കെ വല്ല വിവരം കിട്ടിയാലോ? അതൊക്കെ പോട്ടെ മമ്മൂക്ക, നിങ്ങളൊരു പാട്ട് പാടിക്കണേ. പരം വിരിച്ചുമ്മാ വിട്ട് ചൊങ്കില് നടക്കണ സുജായത്ത് നമുക്കുണ്ടോ നാട്ടില്? കഥയെന്തെന്നറിയാതെ നാളെ കിടക്കണ അവരെന്ന ഭയങ്കര വീട്ടില്. പടച്ചോൻ കാത്തു. അല്ല നിങ്ങളെ വല്ല ഗുളികൾക്കും പറഞ്ഞാച്ചാ ഈ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ ഇന്നാള് പോയത്. അസ്സലാമലൈക്കും. മുസാക്ക നിങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഞാനിവിടെ ഇരിക്കട്ടെ. അല്ല മുക്രിയെ ടോർച്ച കിട്ടിക്കണല്ലോ, നിങ്ങൾ വാങ്ങിയതാ? ഇത് നമ്മളെ നാസറന്നാ. പള്ളിക്ക് കുത്തിയേക്കണം. അതേതായാലും നന്നായി. പത്രാസില്ല പോറിയങ്കാര് കൊറേ ഉണ്ട് നമ്മളെ നാട്ടിൽ. ഓലൊന്നും നാസറിന്റെ മാതിരി ആവൂല. ഓൻ സ്നേഹല്ലോനാണ്. ഓനെപ്പോലൊരു മാനി ഈ നാട്ടില് വേറെ ആരല്ലത്. എന്നാ ഞാൻ പോവാ. വെറുതെ കയറിയെന്നുള്ളൂ. ഇനിയിപ്പോ നേരം വെക്കിയാലേ അല്ലെങ്കിൽ തന്നെ ഉസ്താദിന് വയലുകാരെ ഒരു കാരണം കിട്ടാൻ കാത്തിക്കുക. ഉണ്ടു സഹി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മേനെ ഞാൻ കണ്ടു. അമ്മ ഒരുപാട് കാര്യം പറഞ്ഞു, കരഞ്ഞു. അതൊന്നും സാരല്ല, വയസ്സായില്ലേ. അതെ, നിനക്കെത്ര വയസ്സായി? അല്ല നീ ഒന്നും പറയണ്ട. ആദ്യം നീതി പുലർത്തേണ്ടത് സ്വന്തം ശരീരത്തോടാ, പിന്നെ സ്വന്തം കുടുംബത്തോടും, എന്നിട്ട് മതി നാട്ടുകാരോട്. അല്ല പണിക്ക് പോയി വന്നിട്ട് ഞാൻ മറ്റുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങാറുള്ളൂ. അതൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ഞാൻ അറിയാറുണ്ട്. നിന്റെ സമപ്രായക്കാരൊക്കെ രക്ഷപ്പെട്ടു, നീ മാത്രം ഇങ്ങനെ. ഒക്കെ ശരിയാവും. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി സ്കൂൾ വരാന്തയിലൂടെ നടന്നിരുന്ന നമ്മുടെ ആ പഴയ കാലം ഓർമ്മയുണ്ടോ നിനക്ക്? രാഷ്ട്രീയത്തിൽ പല പല കുതന്ത്രങ്ങളുണ്ട്. നിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഈ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. അതൊക്കെ ശരിയാ. ആത്മാർത്ഥതയ്ക്കൊന്നും ഇന്നൊരു കാലമില്ല. നാട്ടിൽ പല പല പരിപാടികൾ നടത്തി നാട്ടിന് നല്ലൊരു അഡ്രസ്സ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ മറവിൽ പൈസ അടിച്ചു മാറ്റി എന്ന് തെറ്റിദ്ധരിച്ച് നിന്റെ നേർക്ക് തിരിഞ്ഞ നാട്ടിലെ ചില സുഹൃത്തുക്കളെ ഇനിയും നിനക്ക് ഓർമ്മയില്ലേ? ഒരാളുടെ കഴിവും നന്മയും കാണുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവുന്ന ഹീനമായ വികാരമാണ് അസൂയ. അതൊന്നും സാരല്ല, അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നാം അറിഞ്ഞില്ലെങ്കിൽ അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ മറന്നു. എന്താ നവാസിന്റെ മകന്റെ ഒക്കെ വിശേഷം? കാണാറുണ്ട്, സുഖാണ്. പിന്നെ നവാസ മറ്റേ വർഷത്തിൽ വരാന്ന് പറഞ്ഞിരുന്നു. അല്ല ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, കാര്യങ്ങളൊക്കെ നടത്താനുള്ള പൈസ ഒക്കെ അയച്ചിരുന്നു. നവാസ ആയതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ കുട്ടാ, എന്റെ ലീവ് തീരുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്തണം. നോക്കാന്നല്ല, നടന്നേ പറ്റൂ. ഞാൻ നിനക്കൊരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഓ, എന്തിനാ നാസറത്തെ പ്രയാസപ്പെട്ട് വാച്ചൊക്കെ? എനിക്കാണെങ്കിൽ വാച്ചിലുള്ള താല്പര്യമില്ല. എന്താ, നിനക്ക് ഇഷ്ടായോ? മഗ്‌രിബിന് ബാങ്ക് കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. പിന്നെ നാളെ ഉച്ചക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം അതൊരു കാരണവശാലും മറക്കും. ഇല്ലല്ല, ഞാൻ നാളെ. ഓക്കെ, എന്നാ ഞാൻ ഇങ്ങനെ പോവാ. എനിക്ക് അവലിലൊന്ന് പോകും വേണം. എന്നാ നാളെ കാണാം. ഓക്കെ. താത്ത നിങ്ങൾ എന്നാ വന്നേ? കഴിഞ്ഞ ബുധനാഴ്ച കുഞ്ഞോളെ. സുഖല്ലേടി നിനക്ക്? താത്ത തടിയൊക്കെ ഒന്ന് നന്നായിക്കണ്. നിനക്ക് ലീവ് കിട്ടുവോ? നമുക്ക് വീട്ടിൽ പോവാം. ഇല്ലാത്ത ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്തിനാ? നിങ്ങളെ ഞാൻ കണ്ടില്ലേ. എന്നാലും 2 ദിവസമെങ്കിലും ഒരുമിച്ച് നിൽക്കാലോ. ഇവിടെയുള്ള കുട്ടികളെ കാണാൻ എല്ലാരും വരും, എന്നെ കാണാൻ ആരും വരില്ല. നമ്മളെ ബാപ്പ എന്തെങ്ങനെ? വാപ്പാനെ നീ നോക്കണ്ട. നിനക്ക് ഞാനില്ലേ. എന്നെ പോലെ ആവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. താത്തയും കൂടെ പോയപ്പോ ശരിക്കും ഞാൻ ഒറ്റയ്ക്കായി. കരയണ്ട കുഞ്ഞോളെ. നിനക്കിനി എന്നാ ലീവ്? ഞാൻ മാഷോടൊന്ന് ചോദിക്കട്ടെ? വേണ്ട താത്ത, ലീവ് ഉണ്ടാവുമ്പോ ഞാൻ വിളിക്കാം.
താത്ത പോണ വരെ എനിക്കൊരാളുണ്ടല്ലോ. ഇത് വെച്ചോ. ഇതെന്തിനാ താത്ത? എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും, വല്ല ഫോൺ ചെയ്യാനോ മറ്റോ. അതിനൊന്നും ഇവിടെ സമ്മതിക്കൂല. നീ നന്നായിട്ട് പഠിക്കണം. എന്നാ ഞാൻ പോട്ടെ. നിനക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്, ഞാൻ എടുത്തു തരാം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കല്യാണം വേണ്ട. ഞാൻ സമ്മതിക്കൂല. എന്റെ സമ്മതത്തിന് കാത്തിക്കില്ല ഞാൻ. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നടത്തും. ഞാൻ അതിന് സമ്മതിക്കൂല. ഓണ സമ്മതത്തിന് നിങ്ങൾ കാത്തിക്കണം. ഒരു വാപ്പാനെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഇതല്ലാത്തൊരു പുതിയാപ്പളിനെ കിട്ടാനേ ഓളമ്മ ഇവിടെ സമ്പാദിച്ചു പോയിക്കല്ലേ. ആത്മാർത്ഥതയുള്ള കല്യാണമൊന്നുമല്ലല്ലോ ഇത്. നാട്ടുകൂടെ മുഴുവൻ പെണ്ണും കെട്ടി നടക്കുന്നവർക്ക് ഞാൻ സമ്മതിക്കില്ല. മുസ്ലിങ്ങൾക്കേ 4 വരെ കെട്ട. നല്ല കാഴ്ചപ്പാടിനെ വളച്ചൊടിക്കുന്നവർക്ക് മുന്നിൽ ഞാൻ ഇരുന്നു കൊടുക്കൂല. മൂപ്പരെ നല്ലൊരു ആചാരാ. 1-ാം തരം പൈസക്കാരനാ. അയാളുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. ഇനി ചരച്ച നാവ് ഞാൻ അറിയും. ജിഞ്ഞി ഗൾഫിക്കും പോവില്ല, ഈ കല്യാണം ഞാൻ നടത്തും ചെയ്യും. ഓളെ ഇടക്കിടക്കാണ് ഫോൺ ചെയ്യണേ. ആർക്കാണാവോ ഓളെ വിചാരം ഞാൻ ഇതൊന്നും അറിയണില്ലാന്നാ. തന്നെടി, ഞാൻ ആർക്കും വിളിക്കാറൊന്നുമില്ല. അടുത്ത ബുധനാഴ്ച ഞാൻ അവളോട് വരാൻ പറഞ്ഞു. അന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ എന്റെ സ്വഭാവം കൊണ്ട് മാറും. കാതറ പറഞ്ഞത്. അതേ കാതറിന്റെ മോളായി പറയുന്നത്. എന്നെ കൊന്നാലും ശരി ഞാൻ സമ്മതിക്കൂല. സമ്മതിക്കൂല? ഇല്ല. സമ്മതിക്കൂല? ഇല്ല. കൊല്ലും ഞാൻ. അറബികൾ ആട്ടും തുപ്പും സഹിച്ചു കക്കൂസ് കഴുകിയും ഞാൻ അയച്ചു തരുന്ന പൈസ തികയാഞ്ഞിട്ടല്ലോ ഉപ്പ. ഒരിത്തിരി സ്നേഹം നിങ്ങൾക്ക് എന്നോടില്ലേ? കണ്ണീര് പറ്റിയ കണ്ണാണല്ലോ ഉപ്പ അങ്ങക്ക്. വേണ്ട 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 വേണ്ട, ഞാൻ എടുക്കാം. അവിടെ വെക്കടാ, ഞാൻ അങ്ങോട്ട് ചെത്തി തരില്ലേ? നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആരാ? ഏയ്, അത് കുട്ടനാ. എന്താ ഈ നേരത്ത്? ഏയ് ഒന്നുമില്ല. എന്തേ, കുട്ടന്റെ അമ്മയ്ക്ക് വല്ല അസുഖവും? ഏയ് അങ്ങനൊന്നുമില്ല. എന്നാലും അവൻ അർജന്റായിട്ടൊന്ന് കാണണമെന്ന്. അല്ലെങ്കിൽ ഞാനിപ്പോ വരാം. ഇത് കഴിച്ചിട്ട് പോയിക്കോളൂ. നിങ്ങൾ കഴിച്ചോളി. എന്റെ മാനസിക സംഘർഷം കൊണ്ട് കുട്ടികളോടൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ശരിയാണ്. എന്നാൽ റംലയോട് ഇതൊക്കെ തുറന്നു പറയാൻ കഴിയുമോ നിനക്ക്? കഴിയണം, കഴിഞ്ഞേ പറ്റൂ. മരണം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അതിനു മുമ്പ് തന്നെ എല്ലാം പറയണം. നല്ല അയൽവാസി, നല്ലൊരു സുഹൃത്ത്, നല്ല ഭാര്യ, ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ ഏറ്റവും വലിയ സമ്പാദ്യം. അതിൽ നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഓർക്കുമ്പോഴാ. ഒരു പ്രവാസിയുടെ ഭാര്യ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് നന്നായി അറിയുന്നവളാണ് റംല. ഇവിടെ ഗൾഫുകാരൻ്റെ ഭാര്യമാരെ മാത്രം ശ്രദ്ധിക്കുന്ന കുറച്ച് കണ്ണുകളുണ്ട്. അത്തരക്കാരെ കണ്ണൊന്നും നിങ്ങളെ വരൻ്റെ മുറ്റത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ശരിയാണ്. സ്നേഹം സംരക്ഷിക്കുന്നതിന് വേണ്ടി വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവളാണ് അവൾ. അവിധ ബന്ധങ്ങളൊന്നും ഇക്കാലത്ത് ഒരു അസാധാരണ സംഭവമല്ല. പക്ഷേ എനിക്കങ്ങനെ കാണാൻ കഴിയില്ലൂട്ടാ. ഇസ്ലാമിക ചിട്ടപ്രകാരം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കേ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്തായാലും നേരിടേണ്ടി വരും. കുട്ടാ, എൻ്റെ ഈ കാര്യം നിനക്കും മാനുവിനും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിൽക്കണം, പ്ലീസ്. പ്ലീസിന് എന്ത് പ്രസക്തി നാസറേ? നീ എൻ്റെ സുഹൃത്തല്ലേ? നീ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോ എൻ്റെ സമ്പാദ്യത്തിൽ ഒരു നല്ല സുഹൃത്തിനെ കൂടി കിട്ടി. അതൊന്നും നോക്കണ്ട. പവിത്രം തുടങ്ങി. ഒരു 9 റുപ്പീസ് കൊടുക്കണ്ട നാസറേ. ഓ, ഗൾഫുകാരിലെ കിട്ടിയപ്പോ വലിയ കുമ്പത്താള്. ഓ, നമ്മളിവിടെ വെറുതെ പേശിച്ചിട്ടല്ലേ. നീ എന്നെ പോലെ ആവില്ല, മനസ്സിലായാടാ? നീ എന്തായി പറയുന്നത്? എന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കാനാ? കുറച്ചു ദിവസം എന്നെ എവിടെങ്കിലും ഒന്ന് പാർപ്പിക്കണം. ഈ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെ ഞാൻ എവിടെ കൊണ്ടുപോയി പാർപ്പിക്കാനാ?
എന്നാ എനിക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഒന്ന് വേഗം ശരിയാക്കി തരി. അതുവരെ ഇതൊക്കെ എന്റെ കുടുംബം അറിഞ്ഞാൽ. നിങ്ങളെ ഭാര്യ റംലാത്തനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്ത്? നമ്മളെ ബന്ധത്തെ കുറിച്ചോ? ഞാനതെങ്ങനെയാ പറയൂ? ഞാൻ നിങ്ങക്ക് വാക്ക് തന്നല്ലേ. നിന്റെ ദുഃഖത്തിൽ എനിക്ക് തോന്നിയ സഹതാപം നീ മുതലെടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സംശയിക്കണ്ട, അതൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആ പഴയ സ്നേഹവും അനുകമ്പയും ഒന്നുകൂടി കാണിച്ചൂടെ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അനിയത്തി എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഗൾഫിൽ പോകണം. മാത്രമല്ല, ബാപ്പ കണ്ടെത്തിയ കല്യാണം നടക്കാൻ പാടില്ല. പ്ലീസ്. അർദ്ധരാത്രി സ്ത്രീയുടെ കയ്യും പിടിച്ച് എന്റെ വീട്ടിൽ കയറി ചെന്നാൽ എന്റെ ഭാര്യ എന്ത് പറയും? അതെനിക്കറിയാം. എന്റെ ഭാര്യക്ക് മാത്രമല്ല, ലോകത്തൊരു പെണ്ണിനും അതിന് സാധിക്കില്ല. ഹലാലല്ലെങ്കിലും ഒരു പുരുഷന്റെ സ്നേഹം നിങ്ങളിലൂടെ കുറച്ചറിഞ്ഞവളാണ് ഞാൻ. അല്ലെങ്കിലേ നിന്റെ ഇടക്കിടക്കുള്ള ഫോൺ വിളി റംലയ്ക്ക് വല്ല സംശയം തോന്നിട്ടുണ്ടോ എന്നാ എന്റെ പേടി. അല്ല പൊറുക്കാത്ത തെറ്റായതുകൊണ്ട് ആത്മഹത്യ ഞാൻ ചെയ്യില്ല. പക്ഷേ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. എങ്ങോട്ട്? അതെനിക്കറിയില്ല. നീ അവിവേകം ഒന്നും കാണിക്കരുത്. നാളെ രാത്രി ഞാൻ വണ്ടിയായിട്ട് വരും. നീ ഒരുങ്ങിയിരുന്നു. 1.5 കൊല്ലായി തോന്നുന്നു വെള്ളം കണ്ടിട്ട്. ഇവിടെ ഇപ്പൊ ഞാനിവിടെ ഉള്ളതുകൊണ്ട് തിരക്കടില്ല. അവിടെ പാരാതൊക്കെ ചെയ്തരാള്. ഞാനോട് പോവാ. കുട്ടികളെ വിളിക്കണ്ടത് തോന്നുന്നു. രാവിലെ പദവില്ലാത്തതൊക്കെ കണ്ടു. ഏയ് ഒന്നുമില്ല. കെട്ടിപ്പടുത്തതൊക്കെ തകരുമെന്നൊരു തോന്നൽ. എന്താ നിങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കണേ? എനിക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഏതായാലും ഞാൻ പോയിട്ട് വരട്ടെ. അല്ലെങ്കിലേ നിങ്ങൾക്ക് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇന്നലത്തെ ആ ഫോൺ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ. നിങ്ങൾ ഇതുവരെ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. ഇത്ര ദൂരം നിങ്ങൾ ഒറ്റയ്ക്കൊന്നും പോണ്ട. കുട്ടേട്ടനെ കൂടി കൂട്ടിയിട്ട് പോയാൽ മതി. ഞാൻ തീക്കളിയാ കളിക്കുന്നത്. എവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്കറിയില്ല. നിങ്ങളെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചൂലേ? നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തൂല. ഇനി കുറ്റപ്പെടുത്തുക നീ ആയിരിക്കില്ല, എന്റെ കുടുംബവും നാട്ടുകാരും ആയിരിക്കും. നിങ്ങൾ ആരും കുറ്റപ്പെടുത്തില്ല. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്തിന്? ഇവിടെ ഇത്തരം സാഹചര്യങ്ങളിൽ നിക്കാഹ് തന്നെ വേണം. നിങ്ങൾ ചെയ്ത തെറ്റിന് ഇത് തന്നെ ഒരു പരിഹാരം. നിങ്ങൾ വരൂ. നിങ്ങൾ എന്നാ നോക്കി ഓടിക്കാത്തത്? ഒരു ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുമോ എന്നാണ് എന്റെ പേടി. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. ഞാൻ കുട്ടനാണ് വിളിക്കട്ടെ. ഈ കുട്ടൻ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. റബ്ബേ, ഞാനിപ്പോ ആരെ ഈ സമയത്ത് വിളിക്കാം? ഇക്ക നോക്ക് വണ്ടി.
നാസർ അങ്ങനത്തെ ഒരാളല്ലല്ലോ. എന്തായാലും മനുഷ്യന്മാരല്ലേ, അവിടേക്ക് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റാതെക്കോ, നമ്മളൊക്കെ ആണുങ്ങളല്ലേ. അപ്പൊ സംഭവിച്ചു കാണണം. ബോഡി എത്തിയിട്ടില്ലെന്നാ കേട്ട്. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാറുള്ളല്ലേ. ഒപ്പം ഒരു പെണ്ണുണ്ടായിരുന്ന കേട്ട്. മോളെ فجعلنا من بين أيديهم سدا فمن خلفهم سدا فأغشيناهم لا يبصرون فسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم. മോളെ എന്തൊക്കെ ഈ കാട്ടുന്നത്? സമാധാനപ്പെടും മോളെ. കൊണ്ടുപോവില്ലേ? നിർത്ത്, എനിക്കൊന്നും കാണണം. എന്തുണ്ടല്ലേ എന്നോട് തുറന്നു പറയാറുള്ളല്ലേ? ആ സുൽഫിയെ, ഇതില് വാ. അതെന്തായി? വണ്ടിഞ്ഞ് ഒന്നിനും പറ്റില്ലെന്നാ കേട്ടത്. ഫ്രണ്ടൊക്കെ പറ്റ പേക്കണതറ. ആ പെണ്ണ് രക്ഷപ്പെട്ടതാണ് വലിയ ഭാഗ്യം. അല്ല, അത് നേരാ. ഓളേതാ? ഇക്കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് വളരെ നേരാ. ആ, എല്ലാ മാനതിക്ക് പിന്നിലും ഒരു കാബഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. ഇനിയിപ്പോ നേരും നേരെയൊക്കെ അവനെ തുണക്കാനും കുട്ടനെ കണ്ടറിയാം. നാസറിന്റെ വീടേതാ? നിങ്ങളെവിടുന്നാ? മയ്യത്തെടുത്തല്ലോ. ഓനെ മയ്യത്ത് ഇങ്ങളെടുത്ത് നന്നായി. എന്താ എന്താ പ്രശ്നം? ഓനേ നട്ടപ്പാതരാക്കേ ഇറക്കിക്കൊടുന്നില്ലേ? അതിന്റെ മോളാ. ഓൾക്കേ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് കരുതിയോ? എന്താണെങ്കിലും നിങ്ങളൊന്ന് സബൂറാകി. ഗൾഫിലേ ഓളെ കൂടെ പണിക്കണെന്ന് കരുതിട്ട് കൂടെ കഴിയാൻ നിക്കാവൊന്നും ചെയ്ത് കൊടുത്തില്ല ഞാൻ. എന്തായാലും ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോണ്ട. ഓളെ ഞാൻ കൊണ്ടുപോകും. നിക്കാവുറപ്പിച്ച പെണ്ണോള് ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുപോകും. അവന്റെ കൊമ്പത്താള്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? എക്സ്ക്യൂസ് മീ, 9 rupees. നാസറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. മൂപ്പര് അങ്ങനത്തെ ആളല്ല. എന്താ പറ്റിയെന്നറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി പറയുന്ന അഭിപ്രായത്തെ കുറിച്ച്
ജീവിച്ചിരിക്കുമ്പോ നമുക്കൊരു ധാരണ വേണം. എടി വരുമ്പോട്ടോളെ ഇറങ്ങി മാറി ഇവിടെ. ആരാ? എന്തു വേണം? നിങ്ങളാരാ? ഞാൻ നാസറിന്റെ കൂട്ടുകാരനാ. എന്നാ കൂട്ടുകാരാ, നാസറെ കൊല്ലാൻ കൊണ്ടുവന്ന ഓളുണ്ടല്ലോ, ഓള എന്റെ മോളാ. ഇതൊരു മരണ വീടാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കിയാല് കാതർ നിങ്ങൾക്ക് അറിയില്ല. വരും, നമുക്കൊന്ന് മാറുന്ന സംസാരിക്കാം. ഒരടി മാറൂല, സംസാരിക്കാനൊന്നുമില്ല. ഗൾഫിൽ ഓനെ കൂടെ കിടന്നിട്ട് പറയാനിട്ടാ. വേണ്ട കുട്ടാ, ഇവിടെ ഒരു കച്ചറ വേണ്ട. ഓളെവിടെ? എനിക്കും അറിയണ സത്യം. ഉപ്പ, അവൾ എന്റെ വീട്ടിലുണ്ട് ഉപ്പ. കാഫറാണല്ലേ? ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഇനി ഒച്ച വെച്ചാൽ നാവ് ഞാൻ അറിയും. ഫൗസി എന്റെ വീട്ടിലുണ്ട്, ഈ കാഫിറായ സഖാവ് കുട്ടന്റെ വീട്ടിൽ. അവൻ മരിച്ചപ്പോ ഓളെ അനക്ക് കിട്ടിയല്ലേ? അതേടാ കള്ളക്കാതറെ. നാസർ എന്നെ ഏൽപ്പിച്ചു പോയതാ. അവളെ സമ്മതമില്ലാതെ പെരട്ട തന്തയായ നിനക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കുട്ടനാ പറയണ. സ്വന്തം മോളെ ഗൾഫിലെ വീട്ടുജോലിക്ക് പറഞ്ഞയച്ച താനാണോടാ അവളുടെ പിതാവ്? ഒടുവിൽ കാസർകോട്ടുള്ള ഒരു സമ്പന്നന് ആഴ്ചയിലൊരിക്കൽ വന്നു പോവാൻ വാതിൽ തുറന്നെടുക്കാൻ ശ്രമിച്ച തന്റെ കൂടെ അവൾ വരില്ല. ചെല്ല് കാതർ, ചെല്ല് പോവാൻ. ഞാനല്ലാതെ കുട്ടാ, എന്താ അതൊക്കെ? അതിന്റെ സത്യം എന്താ? ഇതൊന്നുമല്ല സത്യം, എല്ലാം ഞാൻ പറയാം. ഗൾഫിൽ നാസർ ജോലി ചെയ്യുന്ന വീട്ടിൽ ഹൗസ് മെയ്ഡായി വന്നത്. നോക്ക് വണ്ടി. ഇതാണ് ഉപ്പ സംഭവിച്ചത്. ഇതെനിക്ക് എത്ര ആളുടെ വിളിച്ചു പറയാൻ പറ്റും? എല്ലാം നാസർ തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നു. അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഗൾഫിന് പറ്റിയ തെറ്റ് അത്ര ചെറുതായി കാണാൻ അവന് കഴിഞ്ഞില്ല. മനുഷ്യത്വമുള്ളവന് തെറ്റ് ഏറ്റുപറയുന്നത് ഒരപമാനകരമായി തോന്നില്ലല്ലോ. 40 ദിവസം ഉമ്മർപ്പടി കയറി തെറ്റ് ചെയ്താ 41ാമത് ദിവസം ഉമ്മർപ്പടി വിളിച്ചു പറയുന്ന. നമ്മളാണുങ്ങളല്ലേ, വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളവിടേക്ക് ഞാൻ പോരാ. തെറ്റുകാരി ഞാനാണ് അമ്മ. ഞങ്ങളിൽ വളർന്ന സൗഹൃദം അറിയാതെ പല തെറ്റിലേക്കും മാറി. നാസറൊക്കെ പലവട്ടം ഒഴിഞ്ഞു മാറിയതാണ്. ഞാനാണ് പിന്നെയും ഇതന്നെയാണടാ വീട്. കുടുംബത്തെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് നാസർക്കാന്റെ അവസാനം എല്ലാരും വെറുക്കപ്പെട്ടവനായി തീർന്നല്ലോ. ഞാൻ വരില്ല. നിങ്ങൾ എന്റെ വാപ്പിയും അല്ല, ഞങ്ങളെ മോളും അല്ല. നിന്റെ തള്ളക്ക് ഞാൻ അവസരം കൊടുത്തില്ലേ? ഇങ്ങോട്ട് പാടി.
ഞാൻ കാണിച്ചേരാൻ ഇതനക്കുള്ളതാ. എന്റെ മോനെ ഞാൻ വരെ കൊടുത്തോളാം. വണ്ടി കയറ്. ഞാൻ അവളെ വെച്ച് തരേണ്ടതാ. എന്റെ സമ്മതമില്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല നിനക്ക്. എടാ, നിന്റെ നാട്ടിലായതുകൊണ്ടല്ലോ നീ വലിയ ആളായത്. നാട്ടില് പോലീസും കോടതി കിടന്നൊക്കെ ഞാൻ നോക്കട്ടെ. വേണ്ട, പോട്ടവൻ വിട്. എന്നെ നാസറിനെ മനസ്സിലാക്കുന്നവർ 10 പേരെങ്കിലും നാട്ടിലുണ്ടാവും. നീ കൊണ്ടുപോണം പോലീസും പട്ടാളം. ഇതുകൊണ്ടൊന്നും തീർന്നു നിൽക്കണ്ട, കാതറിഞ്ഞും വരും. എല്ലാം തീർന്നില്ലേ കുട്ട? എന്തിനാ ഒരു ബഹളം? അത് പുറത്തിറങ്ങാൻ പറ്റിയ സാഹചര്യം അല്ല. ഓക്കെ, അന്നൊന്ന് കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ കൊടുത്തതാ. റംലാത്ത